മെയിൽ വന്ന അതിനകത്ത് എൻ്റെ അടുക്കെ പറയുകയാണ്, ഒരു മാർക്കറ്റിംഗ് ഏജൻസിയാണ്, അവരെൻ്റെ അടുക്കെ പറയുകയാണ് എനിക്ക് മറ്റേ PR വർക്കില്ലേ ബിഗ് ബോസിന് വേണ്ടി. അപ്പം വാട്സ് ബോയ്സ് ആൻഡ് ഗേൾസ്, സുഖമാണെന്ന് വിചാരിക്കുന്ന ഇന്നത്തെ വീഡിയോക്ക് നമ്മൾ ജിമ്മിലോട്ട് പോവുകയാണ്. ഇപ്പോൾ എഴുന്നേറ്റല്ല, ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ രാവിലെ എഴുന്നേറ്റതാ. റൂസ്റ്റർ what are you up to man? പെക്സ് എന്താണ് നീ ചെസ്റ്റ് കാണിച്ച് എന്ന് പേടിപ്പിക്കാനാണ് എന്നെ? എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കക്ഷി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓ പൊക്കത്ത് കയറി ഓ ഈടൊക്കെ അവൻ തൊടാൻ സമ്മതിക്കത്തില്ല. പുറത്തോട്ട് ഇരിക്കുക കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് നീ ഞാൻ അടച്ചിട്ട് പോകുമ്പോ ഇവിടെ തൂറി വെക്കാനല്ലേ. പൂവൻ ഇവനെ കണ്ടം വഴി ഓടിപ്പിക്കും. എന്താണോ ഒരു പൂവനിന്ന് പേടിക്കുന്നത്? നീ നാണക്കേടാണ് കേട്ടോ. വളരെ മീനാട്ടോ നിനക്ക്. ജിമ്മിൽ നിന്ന് ഒരായിരത്തി ഞാൻ മേടിച്ചു തരാം കേട്ടോ. നിനക്ക് ഇഷ്ടമുള്ള. എനിക്ക് കാണാൻ മേല, നീ എൻ്റെ കണ്ണ് കവർ ചെയ്ത് വെച്ചിരിക്കുക. എന്താണ് നീ അവനെ പേടിപ്പിക്കാൻ നോക്കുവാണോ? ബോയ്സ്, എനിക്കൊരു മെയിൽ വന്നായിരുന്നു കേട്ടോ. ഇപ്പോൾ ജിമ്മിലെത്തി. മെയിൽ വന്ന അതിനകത്ത് എൻ്റെ അടുക്കെ പറയുകയാണ്, ഒരു മാർക്കറ്റിംഗ് ഏജൻസിയാണ്, അവരെൻ്റെ അടുക്കെ പറയുകയാണ് എനിക്ക് മറ്റേ PR വർക്കില്ലേ ബിഗ് ബോസിന് വേണ്ടി. അപ്പം ഇതാണ് ഞാൻ സീസൺ 8 പോകുന്ന കണക്കാണ് അവർ ഈ മെയിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ അറിഞ്ഞില്ലല്ലോ, എൻ്റെ ഒക്കെ പൈസ പോലും പറഞ്ഞില്ല. എന്ത് റീച്ചിങ് ഔട്ട് ബേസ്ഡ് ഓൺ സ്ട്രോങ് ഫോർകാസ്റ്റ് ദാറ്റ് യു മൈറ്റ് ബി എൻ്ററിങ് ബിഗ് ബോസ് മലയാളം സീസൺ 8. ഇത്ര വലിയ കാര്യങ്ങൾ നടക്കുന്നത് എൻ്റെ ഒക്കെ പോലും അറിയിക്കാതെയാണ്. ഇപ്പം ഇന്ന് വന്ന മെയിലാണ് എനിക്ക്. ഇനി ചിലപ്പോൾ പോകുന്നുണ്ടോ? ഞാൻ നിങ്ങളുടെയൊക്കെ പറഞ്ഞില്ലേ? എന്തായിരിക്കും അല്ലേ അത്? എന്ത് ബോയ്സ്, അപ്പോൾ എൻ്റെ 2 കിലോ കൊണ്ട് കുറഞ്ഞിട്ടുണ്ട്. 15ാമത്തെ ദിവസമാണ്. ആൻഡ് ഐ ഫീൽ ലൈക്ക് എനിക്ക് മസിൽ ഡെഫിനിഷൻ കൂടി എൻ്റെ പഴയ ഡെഫിനിഷനിലോട്ട് തിരിച്ച് വരുന്നുണ്ട്. ഞാൻ നേരത്തെ കുറച്ച് ചബിയും കുറച്ച് ഡിഫൈൻഡ് അല്ലായിരുന്നു. ഇപ്പോൾ ഡെഫിനിഷൻ വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും എൻ്റെ പുള്ളപ്പ് എത്ര പോവും, എൻ്റെ മസിലപ്പ് പോകത്തില്ല, അത് ബാൻഡിൽ തന്നെ ചെയ്യണം. ബാക്കിയുള്ള വെയിറ്റ്സ് ഒക്കെ ഓൾമോസ്റ്റ് ഇപ്പോൾ എൻ്റെ എല്ലാം വെയിറ്റ് കൂടി വരുന്നു. എൻ്റെ മസിൽ ടയർ ആയത് റിക്കവർ ആകുന്നു. അപ്പോൾ 15 ഡേയ്സ് ആയിട്ടുണ്ട്. പുള്ളപ്പ് ഐ വിൽ ഡു മൈ മാക്സ്. ഓക്കെ, ദിസ് ടൈം. അപ്പോൾ ഫ്ലാഗിൻ്റെ പ്രോഗ്രസ് കാണിക്കാം. കുറേ കൊതുക് കടിക്കുന്നുണ്ട്. സൈഡിലായിട്ട് കുറച്ച് വേറെ എക്സ്പീരിയൻസും ചെയ്യുന്നുണ്ട്. ഞാൻ വെയിറ്റ് കൂട്ടിയിരിക്കുന്നു 15 ഡേയ്സിൽ. സത്യം പറഞ്ഞാൽ ഇത് 10 കിലോ ആയതുകൊണ്ട് അത്രയ്ക്ക് വെയിറ്റ് ഇല്ല. നീ ഇന്ന് വർക്കൗട്ടും ചെയ്യുന്നില്ലായിട്ട് ജിലേബി ഇരുന്ന് കഴിക്കുന്ന ഭയങ്കര ടയർഡായിരുന്നു. ബോർഡ് ഓഫീസിൽ കുറെ വർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണോ ജിലേബി ഇരുന്ന് കഴിക്കുന്നത്? എനിക്ക് എന്തായാലും പോയി ഞാൻ സോഡാരങ്ങ പറഞ്ഞിട്ടുണ്ട്. അർജുനബിക്ക് വർക്കൗട്ട് കഴിഞ്ഞ ഉടനെ സോഡാരങ്ങ കുടിക്കണം. നമ്മളൊക്കെ ഒരെണ്ണമല്ലേ കുടിക്കണം, 3 നാളെ എൻ്റെ നാരങ്ങ വെള്ളം ഒപ്പിട്ട് കുടിക്കാനൊക്കെ വലിയ താല്പര്യം ഇല്ലാത്തതാണ്. എന്നാലും വേറെ നിവൃത്തിയില്ല. അവനവിടെ വേറെ എന്തൊക്കെ എടുക്കാൻ നോക്കുന്നു. അവൻ അലുവ ഇരുന്ന് കഴിക്കുന്ന നോക്കി ഇവിടെ നിന്നിട്ട്. സൂപ്പർ അലുവയാണോ? ഇനിയും മതിയായില്ലേ? നീ ഇപ്പൊ അലുവയും കഴിഞ്ഞ് ജിലേബിയും കഴിഞ്ഞ് ജിമ്മിൽ പോവാണെന്ന്. ഞാൻ ജിമ്മിൽ പോയില്ലല്ലോ.
എന്തൊക്കെയാണ് ദൈവമേ, ജീവിതം എങ്ങനെയാ വേണ്ടത്? തോന്നിയൊക്കെ കഴിച്ച് വീർത്ത് കിടക്കുന്നു. അത് കുറേ ആയി ഇപ്പൊ തിന്ന് നീ വീർത്ത്, ഇനി വേണ്ട അങ്ങോട്ട് വെക്ക്. ഞാൻ മീൻ മേടിക്കാൻ വന്നതാണ്. മത്തിയുടെ 170 രൂപ, 200 രൂപയ്ക്ക് മേടിക്കുന്നു. വരുന്ന വഴി ഇത് നോക്കി, ഒരു ഊള ഒണ്ണിക്കണ്ട. ഈ ആലപ്പുഴയിൽ ചില സ്ഥലത്ത് മരത്തയിൽ കുറേ അമ്മരുണ്ട് എയിം ചെയ്തിരിക്കുന്ന. ഇവനിതുവരെ മണം അടിച്ചില്ലേ? പേടിപ്പിക്കാതെ. നിനക്ക് വില കൂടിയ മീൻ വേണോ? വെയിറ്റ് ചെയ്യൂ. സ്റ്റേ ഹിയർ. യെസ്, സ്റ്റേ. ഐ ആം ആസ്കിങ് യു ടു സ്റ്റേ. ഓക്കെ, സ്റ്റേ. മീൻ വേണേ സ്റ്റേ. താത്രമായിട്ട് നീ ശീർഷ സ്റ്റേ. Yes. Good. Stay. Come on, have it, Kandan, have it. നിനക്ക് വേണ്ടി വില കൂടി മേടിച്ചത് കഴിക്കത്തില്ലെന്ന് പറയത്തില്ല നീ. Have it. ഇതൊന്ന് കഴിയട്ടെ ദൈവമേ. അകത്തൊരാള് പനി പിടിച്ച് കിടക്കുന്ന കേട്ട്. അച്ഛനും മോനും ഉണ്ടായിട്ടൊന്നും ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോയില്ലല്ലോ. അച്ഛനും മോനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലല്ലേ? കണ്ടപ്പോ മോൻ കൊണ്ടുപോയില്ലേ? മോൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലെന്ന് തന്നെ പോയി. ഇങ്ങനെ കോഴി ഇരിക്കുന്ന കണക്ക് ഇരിക്കുന്നു, പനി പിടിച്ച കോഴി അല്ലേ? മീൻ വന്നിട്ടുണ്ട്, റെഡിയാക്കിക്കോ. മങ്കട. ഇത് ഇത് മത്തിയ, കിടിലം മത്തി, മൊട്ട മത്തിയ. ഇത് 50 രൂപ കിട്ടി കിലോ. ഇവര് പണിയായാലും ജോലി ചെയ്യിപ്പിക്കും. ഇതേ ഈ ചെറുക്കനെ പിടിച്ച് പെണ്ണ് കെട്ടിക്കുന്നു. പെണ്ണ് കെട്ടിക്ക് ചെറുക്കനെ പിടിച്ച്. എന്താ പെണ്ണ് വന്നിട്ട് ഇവിടെ ചെയ്യണമെന്നാണ് നീ പറയുന്നത്? അതാണ് ഉദ്ദേശിക്കുന്നത്. നിന്റെ ഗേൾഫ്രണ്ട് പോയിട്ട് പണി ചെയ്യിപ്പിക്കാനാണ് നീ കെട്ടിപ്പിക്കാൻ പോകുന്നതെന്ന്. അല്ല, എംപിയുടെ ജോലി ചെയ്തു തരുമല്ലോ, ശരിയല്ലേ? ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി കെട്ടടക്കുന്ന ആൾക്കാർ 20% കുറച്ച് കിട്ടുമല്ലോ. ആരും പെൺപിള്ളേര് ജോലി ചെയ്യാനാണ് അവരവർക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യണം. മതിയാ. ഇപ്പൊ ഞാൻ ആരായി? പെൺപിള്ളേര് സെർവന്റ് അല്ല. ഞാൻ ഇതിനകത്തൊന്നും ഇനി പറയാം. അവരവര് തന്നെ ചെയ്യണം. ഇവന്റെ ഇന്നലെ കൊഴുവായി മത്തിയും കൊണ്ടുവരാൻ പറഞ്ഞ ഇച്ചിരി ഉള്ളി പൊളിച്ചേക്കാം. ഇവൻ പോയ വഴി കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പെണ്ണ് കെട്ടിക്കാൻ പിടിച്ച്. അത് പറയുമ്പോ നമ്മള് കുറ്റക്കാര് അല്ലേ? മീൻ മേടിച്ചോണ്ട് വരുന്ന ഇപ്പൊ കുറ്റക്കെട്ടാ. മേടിക്കാതെ വരുന്നതിന് ഡയലോഗ് ആയിരുന്നു, ഇപ്പൊ മേടിച്ചോണ്ട് വരുന്ന കുറ്റം. ഇതാണല്ലേ അമ്മ പറഞ്ഞത്. എല്ലായിടത്തും ഇത് തന്നെ ജോലി. അയ്യാത്തപ്പോ വേണ്ടെന്ന് പറയണം, മേടിക്കില്ല. അമ്മ റെസ്റ്റ് എടുത്തോ അമ്മ. ഞാൻ ഇന്ന് ഫുഡ് മേടിച്ചത് ഞാനല്ലേ? തുറന്നു നോക്ക്. ഇന്ന് ഫുഡ് മേടിച്ചതില്ലേ ഞാൻ മടിയായിട്ട്? പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന? ഫുഡ് ഉണ്ടാക്കി കൊടുക്കണ? ഞാൻ ഉണ്ടാക്കി കൊടുത്തവരെ കഴിച്ചു തന്നെ. എനിക്ക് വർക്കുള്ള എപ്പോ തീരും? മേടിക്കാനേ വരത്തുള്ളൂ. ഒരേ കാര്യമാണ്. എന്ത് കഴിവ് വേണോ? ഞാൻ ഡയലോഗ് ഉണ്ടാക്കാൻ പറയുന്ന പോലില്ല. ഫുഡ് ഉണ്ടാക്കാൻ ചെറിയ ഗ്യാസ് അടുപ്പ്, അവിടെ ഒരു കുടുംബവും തുടങ്ങാം. അന്നേ പിന്നെ 2 പിള്ളേരും ആകാം. ചെറിയ ഗ്യാസ് അടുപ്പും പിള്ളേരും എല്ലാരും കൂടി സെറ്റ് ആകാം നോർത്ത് ഇന്ത്യയില്. ഒന്ന് നിർത്തമ്മേ, ഞാൻ എന്റെ ഇഷ്ടത്തിന് പോവുകയാ. അതിനിടെ ഗ്യാസ് അടുപ്പ് കൊണ്ട് വരാ നിങ്ങള്. നീ ചുമന്നാ മതി ഗ്യാസ് കേട്ടാ. 15 കിലോടെ ഇപ്പൊ വെട്ടിക്കോ. നീ മീനെടുത്തോ, ഇന്ന് വെട്ടിക്കോ. നീ ഉണ്ടാക്കിട്ട് പോയാ മതി. ചുമ്മാ നല്ലടാ, അവൻ എപ്പോഴും ഉറക്കം വന്നെ. ജോലി കൂടുതൽ അവൻ ഉണ്ടാക്കിട്ട് പോകുന്നല്ലേ പറഞ്ഞു. ഇത് ഫുള്ളും കഴിക്കണം. കഴിച്ചോളാം. എവിടെ ചെറിയ വീട്, ഇവിടെ ഒരു സ്ഥലത്തെ ഉള്ള അടുക്കള മാറിപ്പോയിട്ടല്ലോ. അവിടെ ഇത് ഇന്ന് എല്ലാരും ഞാൻ ഉണ്ടാക്കണം മത്തി ഫ്രൈ കഴിക്കും. ഓൾ ഇന്ത്യ പോകുന്ന സമയത്ത് അമ്മ പറഞ്ഞ നോയിക്കോ, വായിക്ക് രുചിയുള്ള ആഹാരം കഴിക്കാൻ. പച്ചമുളകും അവിടെ എല്ലായിടത്തും കിട്ടും സുലഭമായിട്ട്. അമ്മ എവിടെ കുക്കറിക്ക് പോയതല്ല, എനിക്ക് അതിന്റെ വർക്കിന് പോയതാ. കുക്കറി ഷോന് പോയല്ല. കാശ്മീര് പോയിട്ട് റൂമിനകത്ത് ചിക്കൻ കറി വെച്ചിട്ട് അവിടുത്തെ റൂമിലെ ഫുൾ കറണ്ട് കളഞ്ഞാണ്. അതിന് ഓളിത്തരമെന്ന് പറയാം, ചിരിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് വായിക്കൊരു അവര് തന്നത് കിടന്നുറങ്ങാൻ വേണ്ടിയുള്ള റൂം. അവിടെ കയറി കുക്കറി ഷോ പണിയാനല്ല. നമുക്ക് വായിക്ക് രുചിയായിട്ടുള്ള ഫുഡ് കഴിക്കണം. വായിക്ക് രുചിയായിട്ട് വേറെ ഹോട്ടലിൽ കയറി അല്ല ഉണ്ടാക്കുന്നത്. അതെന്താ അവിടുത്തെ ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഞങ്ങള് കുറെ പേരുണ്ട്, നേരെ അതിനാണ് സിവിക് സെൻസ് ഇല്ലാന്ന് പറയുന്നത്. നീ ഇത് ഉണ്ടാക്കിയ നീ ഉണ്ടാക്കിട്ട് പോ. മീനിന്റെ മുട്ട തിന്നു വരുന്നു ഒറ്റയ്ക്ക് ആയിട്ട്. പിന്നെ അമ്മയുടെ ഫോൺ പോയി. അത് ഈ ലൈൻ കണ്ട, ഈ ലൈൻ കൂടി വരുന്നു കുറഞ്ഞു വരുന്നു ആ രീതിയിൽ. അമ്മയ്ക്ക് ആ ഫോൺ മേടിച്ചിട്ടില്ല, IQ ആണ് മേടിച്ചു കൊടുത്തത്.
അച്ഛൻ S25 ഉണ്ടായിരുന്നു. മുട്ട കഴിക്കുന്നില്ലേ? മുട്ട കഴിക്കുന്നില്ല. അതെന്താ? എനിക്ക് വേണ്ട. എനിക്ക് പനിയായിട്ട് എനിക്ക് ഒരു സാധനവും വേണ്ട. അതെന്താ കഴിക്കാത്ത? എനിക്ക് വേണ്ട. പനിയിലൊക്കെ അല്ലേ നമ്മൾ പോഷകാഹാരം കഴിക്കേണ്ടത്. ഒരു ആഹാരവും വേണ്ട, വിശപ്പും ഇല്ല. എനിക്കൊട്ട് വേണ്ട. എന്താ അങ്ങനെ പറയാവോ? ഒന്നും കഴിക്കണ്ട, ഒന്നും ഒരു വകയും കഴിക്കണ്ട. ഞാൻ ഉണ്ടാക്കി കഴിക്കുക. ഉണ്ടാക്കി കഴിക്കാം. നീ ഉണ്ടാക്കിത്താ. കഴിക്കുക. അവസാനം ഉണ്ടാക്കി വെറുതെ കളയരുത്. കഴിക്കുവാന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പറ്റില്ല. ഡൗട്ടുണ്ട്. ഡൗട്ടുണ്ട്. വിശപ്പില്ലട മോനെ. എഗ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ബോയ്സ്. 5 മുട്ട. മുട്ട ഇതിപ്പം ഉണ്ടാക്കി തന്നു കഴിഞ്ഞിട്ട് വേണ്ടെന്ന് പറയുന്നതല്ലേ. അപ്പൊ പിന്നെ ഇതിന് ചൂടാണ്. പിന്നെ ഇന്നലെ കറക്റ്റ് ഇതായിട്ട് അമ്മ ഉണ്ടാക്കുന്ന കണക്ക് വേഗാത്ത കണക്കല്ല ഉണ്ടാക്കിയിരിക്കുന്ന കേട്ടല്ലേ. താഴത്തുനിന്ന് മൊരിച്ചിട്ടുണ്ട് ഞാൻ ചെറുതായിട്ട് ടേസ്റ്റിന് വേണ്ടി. ബട്ടറിനകത്തല്ലേ, അപ്പൊ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് മൂവിക്ക് പോകാം കേട്ടോ. ജോസഫ് എൻ്റെ കൂട്ടുകാരനെ പിന്നെ ട്രെയിനറിനെയും പൊക്കണം. ജോസഫ് ഇവിടെ ഉണ്ട്, എൻ്റെ കൂട്ടുകാരൻ എന്തേ പറയും. പിന്നെ മത്തിന്ന് കഴിക്കുന്നില്ലേ? ഞാൻ എക്സ്ട്രാ ഒരെണ്ണോട് ഇട്ട് കൊടുത്തതാ. ഫസ്റ്റ് അവൻ പകുതി കഴിച്ച്. ഞാൻ അറിഞ്ഞില്ല അച്ഛനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും കഴിക്കാവുന്നതാ. എന്തായാലും ഇനി വേറെ ഏതെങ്കിലും കണ്ടന്മാർ വന്ന് കഴിക്കും. ഇങ്ങനെ ശ്വാസകോശത്തിന് എന്താ ഇഷ്യൂ ഉണ്ട്. കൂടുതൽ പൊക്കി മലർത്തി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കിതക്കും കിടന്നു. ലാസ്റ്റ് ടൈം വൈപ്പർ ഫ്ലൂയിഡിന് എനിക്ക് ക്യാൻ കിട്ടുന്നില്ലായിരുന്നു. ഇപ്രാവശ്യം കിട്ടി. വലിയ ക്യാൻ മേടിച്ചപ്പോൾ നല്ലതായിരിക്കുന്ന പ്രതീക്ഷ. പക്ഷേ വലിയ ക്യാൻ മേടിച്ച് ഇതിനകത്ത് ഒഴിക്കുന്ന മാവാണ്. ഒരു ഫണൽ മേടിക്കണം, അല്ല അടക്കത്തിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇരിപ്പുണ്ടായിരുന്നില്ല. ഫണല ഞാൻ ഇവിടെ കണ്ട പോലെ തോന്നി. ഫണലില്ല എൻ്റെ കയ്യിൽ. ഇത് നോർമൽ വെള്ളമോ ബിസ്ലറി അല്ല കേട്ടോ. ഇവിടെ ആയിട്ടൊന്ന് കുറച്ച് വീണായിരുന്നു, അതുകൊണ്ട് വെള്ളം ഒഴിച്ച് കളയുന്നത്. ട്രെയിനെ പൊക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവൻ്റെ വീട്ടിലല്ല, അവൻ്റെ വീടിൻ്റെ സൈഡിലൊരു വീട്ടിൽ ഇറങ്ങി വരുന്നു. സാറിന് നമ്മൾ മൂവിക്ക് പോകാത്തരത്തിനാണ് ഞാൻ. അതുകൊണ്ട് ഏതൊരു DC എന്നും പറഞ്ഞൊരു മൂവി അങ്ങാണ്ട് ഞാൻ ബുക്ക് ചെയ്തു. അവിടെ പോയിട്ട് അറിയാം എന്താണെന്ന്. മലയാളം പടം തന്നെ അല്ലേ ഇത്? തമിഴല്ലേ? ഓക്കെ. കന്നഡയൊക്കെയാണ് എനിക്ക് കാണേണ്ടത്. അപ്പം നമ്മൾ പവർ അടിക്കാൻ ഇവിടെ വന്നിട്ടുണ്ട്. അതിന് മുമ്പേ അടിച്ചോളും. അത് എനിക്ക് 24 മണിക്കൂർ വള്ളത്തേൽ എന്നുള്ളൊരു വീഡിയോ ചെയ്യണം. ഞാനും ഇവനും ട്രെയിനറൊക്കെ കൂടി മെയിൻ ചാനലിൽ വരും. അതിന് പിടിച്ച് തിന്നുന്ന ആഹാരം കഴിക്കാൻ പറ്റത്തുള്ളൂ. എല്ലാം അങ്ങനെ തന്നെ. കരയിൽ കാലുവിടാൻ പറ്റത്തില്ല 24 മണിക്കൂർ. മഴ വന്നാലും എന്ത് കൊടുങ്കാറ്റ് വന്നാലും വെള്ളത്തിന് കിടക്കണം. വള്ളം മുങ്ങിപ്പോയാൽ കൂടെ മുങ്ങണം. അങ്ങനെയാണ്. എന്ത് പറയുന്നു കമൻറ്റിൽ പറയുക. ട്രെയിനർ പറയുമായിരുന്നു റിസർവ് ആയിട്ടില്ലെന്ന് ഈ വണ്ടി. റിസർവ് ആയിട്ടില്ലെന്ന്. അങ്ങോട്ട് നോക്കിയാൽ 40 ലിറ്റർ അടിച്ച് കയറ്റി ചേട്ടൻ. 39.5 എന്താ 11.6 മൈലേജ് കിട്ടിയത്. 11.6. അത് നമ്മൾ വട്ടവട പോയോണ്ട ഇത്രയും കുറവ്. നമ്മൾ എത്തിയിട്ടുണ്ട്. തിയേറ്റർ അകത്ത് പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല, കുറച്ച് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു മൂവി ഉണ്ടാ തീരണം. ഇറങ്ങാം. പക്ഷേ തിയേറ്ററിനകത്തും ചായ ഉണ്ടാകും. നമ്മൾ എന്തിനാ ഇറങ്ങിയെന്ന് അറിയത്തില്ല ഇങ്ങോട്ട്. പിന്നെ മഴ പെയ്യാൻ തുടങ്ങി. പക്ഷേ ബ്ലാക്ക് ടീ കിട്ടത്തില്ലായിരിക്കും. അതെ അതെ. ചിലപ്പോൾ ഈ ഡോറ് തുറക്കുമ്പോൾ വീഴുമായിരിക്കും. ഇതെന്താണ്? ബറു കഴിഞ്ഞാന്നാ? സിനിമ കാണാൻ പോണം. തിയേറ്ററിൽ പോയി ഉറങ്ങാം. ബാ, ഇവിടെ ഉറങ്ങാനല്ലേ? വെറുതെ ഇവിടെ നിന്ന് ഉറങ്ങാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. ഞാൻ ചോദിച്ചാ എപ്പോഴാ ബുക്ക് ചെയ്യണം? ബുക്ക് ചെയ്തു 12 മണിക്ക്. കുഴപ്പമില്ല. ഞാൻ കിടന്നുറങ്ങിക്കുള്ള അവിടെ. എന്താണ് ഞാൻ ഉദ്ദേശം ഇപ്പോൾ മനസ്സിലാക്കുന്നത്.